Ladies and gentlemen, this is Adarsh and welcome to my Ganadi. ദുരന്തർ 2 കാണാൻ പോയതാണ് നോം ഇന്ന്. സോ തിയേറ്ററിൽ എത്തിയപ്പോ അവിടെ പറയാണ് തമിഴ് വേർഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ തമിഴ് വേർഷൻ കാണില്ല. ഈ പാകിസ്ഥാനികളൊക്കെ വന്നിട്ട് ഈ മറ്റേ തമിഴിൽ പറയുന്നതൊക്കെ ഭയങ്കര അരോചകമായിട്ടുള്ള പരിപാടിയാണ്. അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇജാതി ഒരു പാൻ ഇന്ത്യൻ പടത്തിന് പോയിട്ട് അണ്ണ ഡൊണ്ണ ഇനി ഡബിങ്ങിന്റെ ലെവൽ എന്താന്ന് പോലും അറിയില്ല. സോ ഞാൻ വിചാരിച്ചു ആ തിയേറ്ററിൽ നിന്ന് കാണില്ല, നേരെ അടുത്ത തിയേറ്ററിൽ പോയി. അടുത്ത തിയേറ്ററിൽ പോയപ്പോ ആട് 3 ഉണ്ട്, യൂത്ത് ഉണ്ട്. ഇത്രയും പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു പടം ഇറങ്ങിയിട്ട് അത് എടുക്കാൻ അവർക്ക് വയ്യ. ഞാൻ വെച്ചു നെക്സ്റ്റ് അടുത്തൊരു തിയേറ്ററിൽ നോക്കാതെ നോക്കിയപ്പോ ആട് 3 ഭീഷ്മർ. ആട് 3 നോം കണ്ടതാണ്. ഈ ചൂടത്ത് നട്ടപ്പൊരി വെയിലത്ത് റോട്ടില് സൂര്യാഘാതമായിട്ട് കിടന്ന ചത്താലും ധ്യാൻ ശ്രീനിവാസന്റെ പടം കണ്ട് ചാവാൻ എനിക്ക് വയ്യ. സോ ഞാൻ വിചാരിച്ചു യൂത്ത് സിനിമയ്ക്ക് കാണാം. സോ യൂത്ത് സിനിമ കാണാന്ന്. സോ നേരെ യൂത്തിന് കയറി. എന്റെ നല്ല നേരമാണോ മോശം നേരമാണോ എന്ന് അറിയില്ല. കിട്ടുപടം പറഞ്ഞ പീക്ക് എന്റർടൈനർ. സോ ദിസ് സിനിമ ഈസ് ഡയറക്റ്റഡ് ബൈ കെൻ ആൻഡ് ഗാങ്ങിന്റെ പടമാണ് യൂത്ത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സ്കൂൾ ലൈഫ്, അവിടെ നടക്കുന്ന റൊമാൻസ്, കോമഡി പരിപാടി ഒക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. കിടുപ്പടം പറഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് ഫൺ റൈഡ്, ചിരിച്ച് പണ്ടാരടങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ, ആ ഒരു സീന് കാണുമ്പോൾ തന്നെ ഈ സിനിമയുടെ ലെവല് അല്ലെങ്കിൽ വൈബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് ചിരിയുടെ പൂരം. ഫസ്റ്റ് ഹാഫ് ഒക്കെ ചിരിച്ച് വയ്യാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞു വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന പടമാണ് യൂത്ത്. ഇതിൽ നായകൻ നമ്മുടെ കെൻ, ആളുടെ പേരാണ് പ്രവീൺ. സോ കോലില് സാരി ചുറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഒലിപ്പിച്ച് മണപ്പിച്ച് പോണ ആളാണ് നമ്മുടെ നായകൻ. നമ്മുടെ കെൻ ചെയ്ത ക്യാരക്ടറാണ് പ്രവീൺ. സോ ആളുടെ ലൈഫിലോട്ട് ഒരു നായികയല്ല, 2 നായികയല്ല, 3 നായികമാര് കടന്നു വരുന്നു. പിന്നെ ഉണ്ടാവുന്ന പരിപാടി പറഞ്ഞു പോകുന്ന സിനിമയാണ് യൂത്ത്. ഹൈലി സാറ്റിസ്ഫൈഡ്, ഹെവിലി സാറ്റിസ്ഫൈഡ്. കിട്ടു പടം പറഞ്ഞ പീക്ക് പടമാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര എന്റർടൈനിങ്, അതായത് ചിരിച്ച് മരിക്കും. ആൻഡ് ഇന്റർവെല്ലിൽ ഒരു പീക്ക് ഇന്റർവെൽ ഫോളോഡ് ബൈ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു സെക്കൻഡ് ഹാഫ്. സോ ഇതില് നമ്മുടെ കെൻ പറയുണ്ടായിരുന്നു, അതായത് ആരൊക്കെ കാസ്റ്റ് ചെയ്യാൻ നോക്കി തമിഴ് ആക്ടേഴ്സിനൊക്കെ അവരൊന്നും റെഡി ആയിരുന്നില്ല എന്ന്. വളരെ നല്ല കാര്യം. ഇത്രയും കിടു കാസ്റ്റ്, അതായത് കിടു പെർഫോമേഴ്സ് ഉള്ള ഒരു സിനിമയാണ് യൂത്ത്. ആൻഡ് ഇതിലത്തെ നായികന്മാരെ പറ്റിയിട്ട് ആദ്യം തന്നെ പറയണം. സോ നമ്മുടെ സിറൈ, അനിഷ്മ, നീലോത്തി. സോ ആളെ ആദ്യം ചുമ്മാ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് മറ്റേ മീനാക്ഷി, നമ്മുടെ 18+ നസ്ലിന്റെ സിനിമയിലുള്ള നായികയില്ലേ മീനാക്ഷിയും അതേപോലെ തന്നെ ഈ പയ്യനും തമ്മിലുള്ള കോംബോ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഈ സിനിമയത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് അതാണ്. 3 നായികമാരായിട്ടുള്ള സീൻസും അടിപൊളിയാണ്. സാധാരണ എല്ലാ പടത്തിലും ഒരു നായികയായിട്ടുള്ള സീൻസ് ആയിരിക്കും അടിപൊളി, എന്നാൽ ഇതിൽ 3 പേരായിട്ടുള്ള സീൻസും അടിപൊളിയാണ്. സോ ഫസ്റ്റ് ഹാഫ് മീനാക്ഷിയും കെന്നും തമ്മിലുള്ള കോംബോ തൂക്കി പറഞ്ഞിരിക്കുമ്പോ വന്താച്ച് തലവരെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടൊരു കൊച്ച്, എന്താണ് പ്രിയാൻഷി യാദവ, ആ സിനിമയിലുള്ള ക്യാരക്ടറിന്റെ പേര് സോണൽ. അഴക് റാണി. സോ ഷി വാസ് വെരി പ്രിറ്റി ബ്രോ. ഈ കൊച്ചു മീനാക്ഷിനെയൊക്കെ വിട്ടിട്ട് ആ കൊച്ചിന്റെ പിന്നാലെ പോയാൽ ഒരു അത്ഭുതവും ഇല്ല. അജാതി കിഡു ലുക്ക്. ആൻഡ് അവര് തമ്മിലുള്ള കോംബോ അതിലേറെ രസമായിരുന്നു. വിത്ത് പീക്ക് ഇന്റർവെൽ സീൻ അടിപൊളിയായിരുന്നു. കുറെ ചിരിച്ചു. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് പടം പോണ സമയത്ത് ഈ അനിഷ്മയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെയാണ്. അനിഷ്മയും അതേപോലെ തന്നെ കെന്നും തമ്മിൽ ഇമോഷണൽ സീൻ നൈസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണൽ ആയിട്ടാ പോണ്. എടുത്ത് പറയേണ്ട ക്യാരക്ടേഴ്സ് സുരാജ് ഏട്ടൻ, എന്താണ് ദേവദർശിനിയ, ഐ ഡോണ്ട് നോ ഹെർ നെയിം. മറ്റേ എല്ലാ തമിഴ് സിനിമയിലും കാണാറുണ്ട്. കെന്നിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ പീക്ക് സാധനം. അതായത് ഈ റോംകോം പറയുന്ന സാധനം കണ്ണിക്കണ്ടവന് വന്ന് എടുത്തിട്ട് പോവാ, അങ്ങനെയല്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ചെറുക്കനാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ദിസ് ഗായ് കെൻ. അത് അൺബിലീവബിൾ ആയിരുന്നു. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വരെ റോംകോം എടുത്തു വെച്ച ഹാഫ് ബേക്ക്ഡ് അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയി തോന്നുമ്പോ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഈ ചെറുക്കം വന്നിട്ട് ഒരു പീക്ക് സാധനമാണ് പണി വെച്ചിട്ട് പോയിരിക്കണം. ഇത് കുറെ സിനിമയിൽ വന്ന കഥയാണ്. അത് ഭയങ്കര ന്യൂ ആണ്, ഫ്രഷ് ആണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. എന്നാൽ പോലും 2.5 മണിക്കൂറിന്റെ പടം ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അത് ചുമ്മാ കണ്ണിക്കണ്ടവൻ എടുത്തു വെക്കാൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. ദിസ് ഗായ് ഈസ് ഹൈലി ടാലന്റഡ്. ആൾക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായി ഇമോഷണൽ സീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായി കോമഡി ഹ്യൂമർ സീൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമ.
ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടാ. ഞാൻ എപ്പോഴും പറയാം, ലവ് സ്റ്റോറീസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കിടുവായിരിക്കും. ലവ് സ്റ്റോറീസ് ആർ ബ്യൂട്ടിഫുൾ ഇഫ് യു ക്യാൻ റിലേറ്റ് ഓർ ഇഫ് ഇറ്റ്സ് റിലേറ്റബിൾ. നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എനിക്ക് പെട്ടെന്ന് സ്കൂൾ ലൈഫൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് എനിക്ക് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ സ്കൂളിനെ മിസ് ചെയ്യാനൊക്കെ തോന്നി, മിസ് ചെയ്യുന്ന പോലെ തോന്നി. അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കും, അതായത് സ്കൂൾ പണ്ടാരം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കോളേജ് പണ്ടാരം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. പക്ഷെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട് പറയുന്നത് സ്കൂളും കോളേജും ഒക്കെയാണ്. അത് ഇല്ലാതാവുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അന്ന് കുറെ പഠിക്കാനുണ്ട്, പണ്ടാറടക്കാൻ പ്രൊജക്ട് ചെയ്യാനുണ്ട്, അസൈൻമെന്റ് വെക്കാനുണ്ട്, HOD തന്തയ്ക്ക് വിളി കേൾക്കണം. എന്നാൽ അതൊക്കെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് അതിന്ന് പുറത്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. പലരും ഇൻക്ലൂഡിങ് മീ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട്, ആൻഡ് അതിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ഉള്ളവരും ഉണ്ട്. സോ ആരെങ്കിലും പഠിക്കുകയാണെന്ന് വെച്ചാൽ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫിലുള്ളവർ പ്രാഗിയിട്ടാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുക. കാരണം അതിന്റെ പുറത്ത് വന്നു കഴിഞ്ഞു വെച്ചാൽ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് വന്നവർക്ക് മനസ്സിലാവും. സുരാജ് ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ പീക്ക് സാധനമായിരുന്നു. ഭയങ്കര എനിക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാദർ സൺ ബോണ്ട് ആയിരുന്നു ഈ സുരാജ് ചേട്ടന്റെയും അതേപോലെ കെൻ ആ ഒരു പയ്യന്റെയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ പോയി കണ്ടു നോക്കുക. ഈ മാമന്മാർക്കും അമ്മാവന്മാർക്കും ഒന്നും വർക്കാവുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ സെയിങ് സ്കൂളിൽ പോണത് പെണ്ണുങ്ങളുടെ പിന്നാലെ ഒലിപ്പിക്കാനാണ്, പിന്നെ നീയൊക്കെ പിന്നെ എന്താ കളക്ടർ ആവാനാണ് പോയിരിക്കുന്നത്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് എവറിബഡി ഡസ്. അല്ലാതെ ഇത് ചെയ്യുന്നത് അത്ര വലിയ മോശമാണ് അങ്ങനെയൊന്നും അല്ല. സോ പേഴ്സണലി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ് യൂത്ത്. സോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഭയങ്കര പാക്ഡ് ആയിട്ട് ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞു വെച്ചാൽ പീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ വേണ്ടവർ കണ്ടുവെക്കുക. യൂത്ത് ഈസ് ഇൻ തിയേറ്റേഴ്സ് നിയർ യു.